നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ചലനവും ജീവജാലങ്ങളെ പലതരത്തിൽ സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഗ്രഹങ്ങൾ രാശികളിലൂടെയും നക്ഷത്രങ്ങളിലൂടെയും മാറി മാറി സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഗ്രഹമാറ്റങ്ങൾ നിരീക്ഷിക്കുക വഴി ഈ മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനാകും. പുതിയ തുടക്കങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും അനുകൂലവും പ്രതികൂലവുമായ സമയങ്ങൾ കണ്ടെത്താനും ജീവിതത്തിലെ ദുരിതങ്ങൾക്കും നേട്ടങ്ങൾക്കും കാരണം കണ്ടെത്തുവാനും ഈ ഗ്രഹമാറ്റത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മഹാശിവരാത്രിക്ക് ശേഷം 2 സുപ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ മാറ്റം വരികയാണ്. ശനിയും ബുധനുമാണ് ശിവരാത്രിക്ക് ശേഷം മാറ്റത്തിന് ഒരുങ്ങുന്നത്. ഫെബ്രുവരി 26-ാം തീയതിയാണ് ശിവരാത്രി. ശിവരാത്രി കഴിഞ്ഞ അടുത്ത ദിവസം ഫെബ്രുവരി 27-ന് ശനിയുടെ അസ്തമയം നടക്കും. അതേ ദിവസം തന്നെ ബുധൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നതുമാണ്. ഈ 2 പ്രധാന മാറ്റങ്ങളിലൂടെ ചില രാശികളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അവരുടെ തലവര തന്നെ മാറ്റുന്ന സ്ഥിതിയുണ്ടാകുന്നതുമാണ്. ആരാണ് ആ ഭാഗ്യരാശികളെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമതായി ഇടവം രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേരുന്നതാണ് ഇടവം രാശി. ശനിയുടെയും ബുധൻ്റെയും മാറ്റം ഇടവം രാശിക്കാർക്ക് നല്ല സമയത്തിന് തുടക്കമേകും. ബുധൻ ഇടവം രാശിയുടെ ലാഭം, വരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി വളരെ നല്ലൊരു മുന്നേറ്റമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. മാത്രമല്ല പലതരത്തിലും സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. സമാനമായി ശനി ഇവരുടെ 10ാമത്തെ ഭാവത്തിലാണ് അസ്തമിക്കുന്നത്. അതുകൊണ്ട് ഇക്കാലയളവിൽ വരുമാനത്തിൽ കാര്യമായ ഉയർച്ചയും ഉദ്യോഗ ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാണ്. ഇനി ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. ഇനി സ്വന്തമായി ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പല വഴികളിലൂടെയും നിങ്ങളുടെ തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ഇരട്ടി ലാഭമുണ്ടാകുന്നതുമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലാഭത്തിൻ്റെയും സാമ്പത്തിക നേട്ടങ്ങളുടെയും സമയമാണ് വരാൻ പോകുന്നത്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഈ രാശിക്കാർക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതുമാണ്. ഇനി പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം നിങ്ങളെ തേടിയെത്തും. കൂടാതെ ഓഹരി വിപണി അല്ലെങ്കിൽ ലോട്ടറി എന്നിവയിലൂടെ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഈ രാശിക്കാർക്കുണ്ടാകുന്നതാണ്. മാത്രമല്ല ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധി ഈ രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. ഇനി മക്കൾ വഴി വിദേശവാസത്തിനും നിങ്ങൾക്ക് യോഗമുണ്ടാകുന്നതാണ്. വിദ്യയിൽ ശോഭിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. പല മത്സര പരീക്ഷകളിലും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ്. ശനിദേവന്റെ അനുഗ്രഹത്താൽ പല കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ്. ഇനി ദാമ്പത്യത്തിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായി മിഥുനം രാശിയാണ്. മകീരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവും ചേരുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ശിവരാത്രിക്ക് ശേഷമുള്ള ശനിയുടെയും ബുധൻ്റെയും മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വരാൻ പോകുന്നത്. ഈ രാശിയുടെ 4-ാം ഭാവത്തിലാണ് ശനിയുടെ അസ്തമയം നടക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ്റെ മാറ്റം ഇവരുടെ കർമ്മഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് ജോലി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്.
ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ ലാഭം കൊയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി നിക്ഷേപങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വപ്നം കാണാനാകാത്ത തരത്തിൽ ലാഭം വന്നെത്തുന്നതാണ്. ജോലി സ്ഥലത്ത് കഠിനാധ്വാനത്തിനും പരിശ്രമങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫലമുണ്ടാകുന്നതാണ്. മാത്രമല്ല അംഗീകാരവും പദവികളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇനി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് പല വഴികളിലൂടെ നല്ല ഉയർന്ന ജോലി നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാകുന്നതാണ്. പരീക്ഷകളിൽ മികച്ച പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇനി ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച ഈ രാശിക്കാർക്ക് വിദേശയാത്ര യോഗം ഉണ്ടാകുന്നതാണ്. ഇനി ഈ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യം എപ്പോഴും ഇവർക്കൊപ്പമായിരിക്കും. ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിച്ചവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. മിഥുനം രാശിക്കാരിൽ സർവ്വ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇവരിൽ നിന്നും ദുഃഖങ്ങൾ പലതും വിട്ടൊഴിഞ്ഞു പോകുന്നതുമാണ്. മാത്രമല്ല ഇതുവരെയും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതുമാണ്. ഇനി ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. ഇനി വീടുപണിയൊക്കെ തുടങ്ങി അതിടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ വീടുപണി ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്കത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി കുംഭം രാശിയാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 1/4 ഭാഗവും ചേരുന്നതാണ് കുംഭം രാശി. ശനിയുടെയും ബുധന്റെയും മാറ്റത്തിലൂടെ നേട്ടം കൊയ്യുന്ന മറ്റൊരു രാശി ശനിയുടെ സ്വരാശിയായ കുംഭമാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ ലഗ്നഭാവത്തിലാണ് ശനിയുടെ അസ്തമയം നടക്കുന്നത്. ബുധൻ ഇവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഭാവത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബിസിനസ് നിക്ഷേപങ്ങൾ വൻ സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കും. ഇനി പല വഴിയിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അത് പ്രമോഷൻ വഴിയാകാം, അല്ലെങ്കിൽ ശമ്പള വർധനവിലൂടെയാകാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. മാത്രമല്ല ജോലികൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇനി നിങ്ങളുടെ കരിയറിൽ പുതിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ചെയ്തു തീർക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. മാത്രമല്ല പേടിക്കത്തക്കതായ യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതല്ല. ഇനി കുംഭം രാശിക്കാർക്ക് ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്താൽ നേട്ടങ്ങൾ ഒട്ടനവധിയാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരിൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള യോഗം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബുധന്റെ രാശിമാറ്റം കുംഭം രാശിക്കാരിൽ സൗഭാഗ്യമായി മാറുന്നതാണ്. ബിസിനസ്സിൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുന്നവരിൽ നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്നതാണ്. ഇനി കുടുംബക്കാരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ ഒട്ടനവധി കാര്യങ്ങളിൽ സഹായിക്കുന്നതായിരിക്കും. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുവാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടാകുന്നതാണ്. ഈ 3 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുവാൻ ക്ഷേത്ര ദർശനവും ഈശ്വര പ്രാർത്ഥനയും നടത്തുന്നതിനോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുവാൻ മറന്നു പോകരുത്. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.